ഡോക്ടർ ഹാരിസ് ചിറക്കലുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത് ഗുണകരമാകില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പും സർക്കാരും പിന്നോട്ട് പോയി. പക്ഷേ വിവാദ കാലയളവിൽ തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എണ്ണി പറയുകയാണ് ഹാരിസ് ചിറക്കൽ. KGM-CTയുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു പ്രതികരണം. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകൻ്റെ ജീവന് പോലുമുള്ള ശ്രമമുണ്ടായെന്ന് ഹാരിസ് ചിറക്കൽ പറയുന്നു. മറ്റൊന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വിവാദത്തിൽ കേരളം മുഴുവൻ തനിക്കൊപ്പം നിന്നപ്പോഴും ഒപ്പം നിൽക്കേണ്ട ചിലർ നിന്നില്ല എന്ന്. അവർക്ക് എന്നെ അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെന്നെ സഹായിച്ചില്ല. ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരുള്ളവരാണ്. അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എല്ലാം സമാധാനമായിട്ടിരിക്കൂ, സമാധാനമായല്ലോ, കുഴപ്പമില്ല, എല്ലാം കണ്ടെത്തി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് ഒരു ട്വിസ്റ്റ് നടന്നത്. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ അന്വേഷണ സംഘത്തിന് തന്നോട് നേരിട്ട് വിവരങ്ങൾ തേടാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിനു പകരം നടന്നത് പരസ്യ വാർത്താ സമ്മേളനം. ഇത് തന്നെ അപമാനിക്കുക ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നു ഹാരിസ് ചിറക്കൽ. അതോടൊപ്പം വെള്ളി നാണയങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്ന ചോദ്യവും. DMEയെയും പ്രിൻസിപ്പളിനെയും സൂപ്രണ്ടിനെയും ലക്ഷ്യമിട്ടാണ് ഹാരിസ് ചിറക്കലിൻ്റെ ഒളിയമ്പ്. കൊടുക്കാനുള്ളൊരു ശ്രമം നടന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? വാട്സപ്പിലും ഒക്കെ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല. കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവരാ സെൻസിലെടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അതല്ലാതെ പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. KGM-CTയുടെ നിർദ്ദേശമുള്ളതിനാൽ ഇനി പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. സർക്കാരിനും അത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഹാരിസ് ഇപ്പോൾ വീണ്ടും തുറന്നു പറച്ചിലുകൾ തുടങ്ങിയിരിക്കുന്നു. ഇതിനോരോന്നിനും മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. മൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.